ലോകത്തിലെ തന്നെ വ്യത്യസ്ത ഇനം മത്സ്യങ്ങളായ അരാപ്പൈമ, ബെട്ടയിൽ കാറ്റ്ഫിഷ്, പിരാന, ബട്ടർഫിഷ്, സ്റ്റാർഫിഷ് തുടങ്ങി 10,000-ലധികം വ്യത്യസ്ത ഇനം മത്സ്യങ്ങളാണ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയുടെ പ്രത്യേകത. ഫിലിപ്പീൻസ്, മെർമെയ്ഡ്സ്, ഡീപ് സീ മാജിക്കൽ ഷോസ്, റോബോട്ട് ഷോസ് തുടങ്ങിയവയ്ക്ക് പുറമെ വിവിധ തരത്തിലുള്ള ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക്, കൺസ്യൂമർ സ്റ്റാളുകൾ, ഫുഡ് കോർട്ടുകൾ, ട്രേഡ് ഫെയർ തുടങ്ങി മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തുല്ലസിക്കാവുന്ന വ്യത്യസ്ത തരം റൈഡുകൾ നവംബർ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ. മെറീൻ ആൻഡ് റോബോട്ടിക് എക്സ്പോ, ഗെറ്റ് വേ ഗ്രൗണ്ട്, നിയർ ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി റോഡ്, കൊളപ്പുള്ളി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ AP രാമദാസിനെ തിരഞ്ഞെടുത്തു. മുസ്ലിം ലീഗിലെ ഫൗസിയ സൈദലവിയാണ് വൈസ് പ്രസിഡന്റ്. UDFന് തുടർഭരണം ലഭിച്ച പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ കോൺഗ്രസിലെ AP രാമദാസിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. 16 ഡിവിഷനിലുള്ള ബ്ലോക്കിൽ UDFന് 12 സീറ്റും LDFന് 4 സീറ്റുമാണ് ഉള്ളത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് LDFിലെ M ശങ്കരൻകുട്ടിയാണ് മത്സരിച്ചത്. 4-നെതിരെ 12 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസിലെ AP രാമദാസിനെ തിരഞ്ഞെടുത്തത്. തുടർന്ന് AP രാമദാസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാമദാസ് മാസ്റ്റർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കൊപ്പം ഡിവിഷനിൽ നിന്നുള്ള അംഗമാണ് AP രാമദാസ്. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ മുൻ ഭരണസമിതിയിലെ സ്ഥിരസമിതി അധ്യക്ഷൻ കൂടിയായിരുന്നു. വൈസ് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ ഫൗസിയ സൈദാലിയെയും തിരഞ്ഞെടുത്തു. LDFിൽ നിന്നും PK പ്രസന്നയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്. 4-നെതിരെ 12 വോട്ടുകൾക്കായിരുന്നു ഫൗസിയ സൈദലവിയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. കൈപ്പുറം ഡിവിഷനിൽ നിന്നുമാണ് ബ്ലോക്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബ്ലോക്ക് വൈസ് പ്രസിഡന്റായി ഫൗസിയ സൈദലവിയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു.